ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പുറപ്പാട് പുസ്തകം 19 അധ്യായം എടുക്കാം. 19 അധ്യായത്തിൻ്റെ 24 വാക്യം വായിക്കാം. യഹോവ അവനോട്, ഇറങ്ങിപ്പോക, നീ അഹരോനുമായി കയറി വരിക. എന്നാൽ പുരോഹിതന്മാരും ജനവും യഹോവ അവർക്ക് നാശം വരുത്താതിരിക്കേണ്ടതിന് അവൻ്റെ അടുക്കൽ കയറുവാൻ അതിർ കടക്കരുത്. അങ്ങനെ മോശെ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞു. 20 അധ്യായം 20 വാക്യം വായിക്കാം. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനുമത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട. ദൈവം തുടരെ തരുന്ന ഒരു നിർദ്ദേശമാണ് ഭയപ്പെടേണ്ട എന്ന്. അതൊരാജ്ഞയുമാണ്, അതൊരനുമതിയുമാണ്. ദൈവം തരുന്ന അനുവാദമാണ് ഭയപ്പെടേണ്ട. ദൈവം തരുന്നൊരു നിയോഗമാണ് ഭയപ്പെടേണ്ട. ദൈവം തരുന്നൊരു കൽപ്പനയാണ് ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട. മുൻപ് നാം ചിന്തിച്ചു, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, ഇന്ന് കണ്ട മിസ്രയീമ്യരെ ഇനി കാണുകയില്ല. ഇപ്പോൾ പറയുന്നു ഭയപ്പെടേണ്ട. മോശയോട് ദൈവം പറയുകയാണ്, ജനത്തോടും ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട. എന്നും എക്കാലത്തും ദൈവം തരുന്ന നിർദ്ദേശം ഭയപ്പെടേണ്ട എന്നാണ്. ഇന്ന് മനുഷ്യജാതി മുഴുവൻ ഭയപ്പാടിലല്ലേ? ഒന്നല്ലെങ്കിൽ ഒന്ന്, പലതരത്തിലുള്ളതായ ഭയങ്ങൾ. ആയുസ്സിനെ ഭയമുള്ള ആളുകളുണ്ട്, മരണത്തെ ഭയമുള്ള ആളുകളുണ്ട്, രോഗത്തെ ഭയമുള്ള ആളുകളുണ്ട്, വലിയ പ്രശ്നങ്ങൾ, ഏതെങ്കിലും പൈസയുടെ പ്രയാസങ്ങളാകാം, ജോലിയുടെ പ്രശ്നങ്ങളാകാം, ജോലി സ്ഥലത്തെ ഉൾത്തിക്കലുകളാകാം, ഭയപ്പാടുകൾ. ജോലി സ്ഥലത്തുണ്ടാകുന്ന ഗ്രൂപ്പിസങ്ങളാകാം, അവിടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന തൊഴുത്തിൽ കുത്തുകളാകാം, പലതരത്തിലുള്ള ഭയപ്പാടുകൾ. അധീശ ശക്തിയെ ഭയപ്പെടുന്നതാകാം, ഒരുമിച്ച് ജോലി ചെയ്യുന്നവരെ ഭയപ്പെടുന്നതാകാം, ഭയപ്പാടുകൾ, പലതരത്തിലുള്ളതായ ഭയപ്പാടുകൾ. ഭർത്താവിനെ ഭയപ്പെടുന്ന ഭാര്യമാരുണ്ട്, പേടിച്ചരണ്ട് കഴിയുന്നവർ. ഭാര്യയെ ഭയപ്പെടുന്ന ഭർത്താക്കന്മാരുണ്ട്, മാതാപിതാക്കളെ ഭയപ്പെടുന്ന മക്കളുണ്ട്, അല്ല മക്കളെ ഭയപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, മക്കളോട് എന്തെങ്കിലും തറപ്പിച്ച് പറയാൻ ധൈര്യമില്ലാത്ത മാതാപിതാക്കളുണ്ട്. പേടിയാണ്. എന്തെങ്കിലും ഉപദ്രവിക്കുന്നുള്ള പേടിയല്ല, അതായിരിക്കണമെന്നില്ല. അങ്ങനെ പേടിയുണ്ടായിരിക്കാം. ഭയം ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നു, ഭയം മനുഷ്യനെ വിഴുങ്ങിയിരിക്കുന്നു, പലതരത്തിലുള്ള ഭയം. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം വ്യക്തമായി പറയുന്നു ഭയപ്പെടേണ്ട എന്ന്. ഒരു കാര്യവും നാം ഭയപ്പെടേണ്ട. എന്താണ് കാരണം? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഇറ്റ്സ് എ വെരി പ്രസൻറ്റ് ഹെൽപ്പ് ഇൻ ദ ടൈം ഓഫ് ട്രബിൾ. ഏറ്റവും അടുത്ത തുണ, തൊട്ടടുത്ത തുണയായി യേശുവുണ്ട്. തൊട്ടടുത്ത് സഹായിക്കാൻ യേശുവുണ്ട്. വിശ്വസിക്കുക. ഏത് ഭീകരമായ പ്രതിസന്ധിയുടെ മുമ്പിൽ നാം നട്ടം കറങ്ങുമ്പോഴും തൊട്ടടുത്ത് യേശുവുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഒരുപക്ഷെ ദൈവമക്കളെ ആരെയും കണ്ടില്ല എന്ന് വരാം, ദൈവപുരുഷന്മാരെ ആരെയും കണ്ടില്ല എന്ന് വരാം, ദൈവഭക്തന്മാരെ ആരെയും കണ്ടില്ലെന്ന് വരാം, പക്ഷേ യേശുക്രിസ്തു അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ വിശ്വസിക്കൂ. ഭയപ്പെടേണ്ട. ഭയം മാറ്റുന്ന ക്രിസ്തു, ഭയം മാറ്റുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ നാം അടുത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അരികിലേക്ക് യേശു വരികയാണ്. യേശു നമ്മുടെ ഭയം മാറ്റാനാണ് വന്നിരിക്കുന്നത്. യേശു വന്നിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ ആശങ്കകൾ അകറ്റാനാണ്. ആങ്സൈറ്റീസ് ആൻഡ് ഫിയേഴ്സ്, ഭയാശങ്കകൾ, അത് നമ്മുടെ ഹൃദയത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പലതരത്തിലുള്ളതായ ഉത്കണ്ഠകൾ ഇല്ലേ? പലരുടെയും ജീവിതം ഉത്കണ്ഠാകുലമല്ലേ, ആശങ്കാകുലമല്ലേ? ഇനി എന്ത് സംഭവിക്കുമാവോ, ഇനി എന്തൊക്കെയാണാവോ, അയ്യോ ഇനി എന്താണാവോ, മോനെ കോളേജിലോട്ട് വിട്ടു, അവിടെ ഹോസ്റ്റലിൽ വല്ല റാഗിങ് ഉണ്ടോ, എൻ്റെ ദൈവമേ മോൻ്റെ ഒരു കുഴപ്പമൊന്നും വരാതിരിക്കട്ടെ, അയ്യോ മോളെ കല്യാണം കഴിച്ച് വിടുന്നു, അവൾ പുതിയ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെയൊക്കെയാണാവോ, ഇതുവരെയും പരിചയമില്ലാത്ത ഒരുത്തിൻ്റെ കയ്യിലേക്ക് പിടിച്ചു കൊടുത്തു, അവൻ്റെ പെരുമാറ്റം എങ്ങനെയൊക്കെയാണോ, അവൻ വല്ല കോപിഷ്ഠനോ മറ്റോ ആയിരിക്കുമാവോ, മോളെ വല്ല ഉപദ്രവിക്കുമാവോ, അല്ല അമ്മായിയമ്മപ്പോരുണ്ടാകുമാവോ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നത്, പക്ഷെ ചെറുതല്ല. ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യങ്ങളാണ്, വലിയ പ്രശ്നങ്ങളാണ്, വലിയ പ്രശ്നങ്ങൾ. എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിരിക്കുന്നു, എനിക്ക് പരീക്ഷ എനിക്ക് കിട്ടുമോ, എനിക്ക് അഡ്മിഷൻ കിട്ടാൻ തക്കവണ്ണം മാർക്ക് കിട്ടുമാവോ,
എല്ലാവരും ജോലിക്ക് അപേക്ഷിച്ചിരിക്കുന്ന ജോലി കിട്ടുമാവോ? മനസ്സിലെ ആശങ്കകൾ, മനസ്സിലെ ഭയപ്പാടുകൾ, എന്തെല്ലാം ഭയപ്പാടുകൾ. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ഭയപ്പാട് എന്താണ്? ഈ പറഞ്ഞതൊന്നും ആയിരിക്കണമെന്നില്ല. നിങ്ങളുടെ ഭയപ്പാട് ഇപ്പോൾ ഞാനീ ചിന്തിക്കുന്നതൊന്നായിരിക്കണമെന്നില്ല. ഏതെല്ലാം തരത്തിലുള്ള ഭയപ്പാടുകൾ. ഇരുട്ടിന് ഭയമുള്ള ആളുകളുണ്ട്, ഇരുട്ടിന് ഭയം. രാത്രിയാകുമ്പോൾ ഭയമുള്ള ആളുകളുണ്ട്, ഉറങ്ങാൻ ഭയമാകുന്ന ആളുകളുണ്ട്. കാരണം ഉറങ്ങുമ്പോൾ ആരാണ്ട് വന്ന് മൂക്കും വായും പൊത്തിപ്പിടിക്കുന്നു, എന്തു ചെയ്യും? ശ്വാസം കിട്ടുന്നില്ല. ഉറങ്ങുമ്പോൾ ആരാണ്ട് വന്ന് കിടക്കയിൽ നിന്ന് മേലോട്ടെടുത്ത് എറിയുന്നു, അയ്യോ എന്തു വേണ്ടു, പേടി. ഉച്ചത്തിൽ അലറി കരയുന്നു, പേടി. അല്ല, രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു, അറിയില്ല, ഈ നടക്കുന്നയാൾ അറിയുന്നില്ല. എഴുന്നേറ്റ് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു, വാതിൽ തുറന്നു, പുറത്ത് കിടന്നു, മുറ്റത്ത് കൂടിയോ അല്ല പറമ്പിൽ കൂടിയോ നടന്നു, രാത്രി നടന്നു, തിരിച്ചു വന്നു, വാതിലടച്ചു, കുറ്റിയിട്ടു, അത് കിടന്നു. അങ്ങനെ സംഭവം നടന്നതായിട്ട് അറിയുന്നേയില്ല. പലതരത്തിലുള്ളതായ വൈകൃതങ്ങൾ ജീവിതത്തിലുണ്ട്, പലതരത്തിലുള്ളതായ വൈകല്യങ്ങൾ ജീവിതത്തിലുണ്ട്. ഇതെല്ലാം വന്നു ചേരുന്നത് ഭയപ്പാടിലാണ്. ഭയപ്പാട് പറയുന്നു, ഭയപ്പെടേണ്ട. ഇവിടെ എന്താണ് പറയുന്നത്? ഒന്നുകൂടി വായിക്കാം 20-ാം അധ്യായം 20-ാം വാക്യം. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതിനുമത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി പോവുകയായിരുന്നു. മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു, ചെങ്കടൽ കടന്നു, മരുഭൂമിയിൽ പ്രവേശിച്ചു, മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുകയായിരുന്നു. അങ്ങനെ അവർ രഫീദീമിൽ പാളയം ഇറങ്ങി. അവർ പിന്നെയും മുന്നോട്ട് പോയി. അവർ സീനായ് മലയുടെ അടിവാരത്തിലെത്തി. സീനായ് മലയുടെ അടിവാരത്തിലെത്തിയപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ കയറി വരിക, നീ ഇങ്ങോട്ട് കയറി വരിക. അതാണ് 19-ാം അധ്യായത്തിൽ അവസാനം വായിച്ചത്, 24-ാം വാക്യം. യഹോവ അവനോട്, ഇറങ്ങിപ്പോക, നീ അഹരോനുമായി കയറി വരിക. നീ ഇറങ്ങിപ്പോക, നീ കയറി വരിക. ഇറങ്ങിപ്പോക, കയറി വരിക. എൻ്റെ സന്നിധിയിൽ നിന്നുള്ള നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് നീ ഇറങ്ങിപ്പോക, ജനത്തോട് പറയാനുള്ളതെല്ലാം പറയുക, എന്നിട്ട് നീ കയറി വരിക. ദൈവത്തിന് സ്തോത്രം. ദൈവം വ്യക്തമായി മോശയെ നടത്തുകയാണ്, വളരെ കൃത്യമായി നടത്തുകയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയായിരിക്കും ദൈവം നടത്തിയത്? ദൈവം ഇങ്ങനെ വന്ന് ഒരു രൂപമായിട്ട് നിന്ന് സംസാരിക്കുകയായിരിക്കുമോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ഒരു രൂപമായിട്ട് വന്ന് സംസാരിക്കുകയായിരിക്കുമോ? അല്ല. ഒരു ആൾ രൂപം കാണുകയല്ല, ഒരു പടം കാണുകയല്ല. ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ട് പിന്നെ ജീവനോട്ടിരിക്കുകയില്ല. അപ്പോൾ ദൈവം ആളത്തുമായിട്ട് ഇറങ്ങി വന്നതല്ല. പിന്നെ എങ്ങനെയാണ് ദൈവം സംസാരിക്കുക? അശരീരി ശബ്ദമാണോ? അതെ. പുറമേ കാണാനില്ല, പക്ഷേ ഒരു ശബ്ദം കേൾക്കാം. അത് ഞാൻ കഴിഞ്ഞൊരവസരത്തിൽ കൊണ്ട് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാം. കാത് വട്ടം പിടിച്ച് കേൾക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. കാത് വട്ടം പിടിച്ച് ശ്രദ്ധിക്കാം, ദൈവ ശബ്ദം തന്നെ കേൾക്കാം. എന്നാൽ പിശാച് വലിയ ബുദ്ധിമാനാണ്, അവൻ ഭയങ്കര വഞ്ചകനുമാണ്. അവനും ശബ്ദം കേൾപ്പിക്കും, അവനും ചില ശബ്ദം കേൾപ്പിക്കും. അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കും. സൂക്ഷിക്കണം. അപ്പോൾ നോക്കേണ്ടത് എൻ്റെ ജീവിതം വിശുദ്ധമാണോ എന്നാണ്. ദൈവത്തിൻ്റെ ശബ്ദം ആണ് എന്ന നിലയിൽ പിശാചിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ പാപം എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ശബ്ദമാവില്ല. പാപമുള്ള ഈ ശരീരത്തിൽ, ഈ ചെവിയിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം ഒന്നുകിൽ ചെവിയിൽ കേൾക്കാം, അതല്ലെങ്കിൽ ഹൃദയത്തിൽ നമുക്ക് ആത്മചോദനയായി ലഭിക്കാം, ആത്മാവിൻ്റെ പ്രേരണയായി ലഭിക്കാം. ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് നേരിട്ട് അനുഭവിക്കാം, കേൾക്കാം. ദൈവത്തിൻ്റെ രൂപം കാണാൻ പറ്റുകയില്ല, ദൈവത്തിന് ആകൃതി കാണാൻ സാധിക്കുകയില്ല, ആകൃതിയില്ല, ഒരു രൂപമില്ല, ആകൃതിയില്ല. പക്ഷേ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം ദൈവത്തിൻ്റെ വചനമാണ്. ഹൃദയത്തിൽ വചനം മുഴങ്ങും, കാതുകളിൽ വചനം മുഴങ്ങും. കാതുകളിൽ മുഴങ്ങാത്തപ്പോൾ ഹൃദയത്തിലായിരിക്കും മുഴങ്ങുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കണം, കർത്താവേ, എനിക്ക് പിശാചിൻ്റെ ശബ്ദം കേൾക്കണ്ട. എത്ര നല്ലതെന്ന് തോന്നാവുന്ന രീതിയിലാണെങ്കിൽ പോലും പിശാചിൻ്റെ ശബ്ദം കേൾക്കണ്ട. എന്നെ തെറ്റിക്കുന്ന വഞ്ചകനായ പൈശാചികൻ്റെ ശബ്ദം എനിക്ക് വേണ്ട. എനിക്ക് യേശു ക്രിസ്തുവിൻ്റെ ശബ്ദം വേണം. യേശുവിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കണം. യേശുവിൻ്റെ നടത്തിപ്പ് എനിക്ക് അനുഭവിക്കണം. യേശുവിൻ്റെ വ്യക്തമായ നടത്തിപ്പ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഏതൊരാൾക്കും ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നിങ്ങൾക്ക് വേണമെങ്കിൽ ലഭിക്കും, ഏതൊരാൾക്കും ലഭിക്കും. അതിന് വിദ്യാഭ്യാസം വേണ്ട,
അതിന് പല ഭാഷകൾ പഠിക്കണ്ട, അതിന് നിങ്ങൾക്ക് വലിയ മഹാജ്ഞാനം വേണ്ട, നിങ്ങൾക്ക് വേദപുസ്തക പരിജ്ഞാനം വേണ്ട, വേദവാക്യങ്ങൾ കാണാതറിയണമെന്നില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഒരു എളിയ വിശ്വാസം മതി, ഒരു ശുദ്ധ ഹൃദയം മതി. എളിയ വിശ്വാസം, ശുദ്ധ ഹൃദയം, ഒരു നല്ല മനസാക്ഷി മതി. വേറൊന്നും വേണ്ട. വേറെ ലാക്കില്ലാതെ, വേറെ യാതൊരു സ്ഥാപിത താല്പര്യമില്ലാതെ യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ആയുസ് അടിയറ വെച്ചിരിക്കുന്നുള്ളതായൊരു ഉറപ്പ് അത് നിങ്ങൾക്ക് വേണം, നിർബന്ധമാണ്. യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടി ഈ ആയുസ് അടിയറ വെച്ചിരിക്കുന്നു, ഒരിക്കലായിട്ട് യേശുക്രിസ്തുവിന് കൈമാറിയിരിക്കുന്നു, ഈ ഉറപ്പ് വേണം, നിർബന്ധമായിട്ടും വേണം. ഈ ആയുസ്, എൻ്റെ ഈ ശരീരവും എൻ്റെ ഈ മനസ്സും എൻ്റെ ഈ ആത്മാവും, അല്ലെങ്കിൽ എൻ്റെ ഈ ദേഹവും എൻ്റെ ദേഹിയും എൻ്റെ ആത്മാവും എന്നേക്കുമായി യേശുക്രിസ്തുവിന് കൈമാറിയിരിക്കുന്നു. യേശുക്രിസ്തുവിന് പകരമായി തന്ന വില യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. യേശുക്രിസ്തു എന്നെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. പിശാചിന് ഇഷ്ടം പോലെ എന്തും ചെയ്യാൻ യേശു തന്നെ വിട്ടുകൊടുത്തു. എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി യേശുക്രിസ്തുവിൻ്റെ ശരീരം പിശാചിന് ഇഷ്ടം പോലെ ചെയ്യുവാൻ വിട്ടുകൊടുത്തു. അങ്ങനെ യേശുവിനെ ക്രൂശിലേറ്റി. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ കുരിശിലേറ്റാൻ യേശു സ്വയം വിട്ടുകൊടുത്തു. എന്തിന്? ആ രക്തം കൊടുത്ത് എന്നെ വിലയ്ക്ക് വാങ്ങാൻ, സ്വന്തം ജീവരക്തം ഊറ്റി എന്നെ വിലയ്ക്ക് വാങ്ങാൻ ഞാൻ യേശുവിനായി എന്നെ അടിയറ വച്ചിരിക്കുന്നു. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഈ ഒരു ദൃഢമായ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തിൻ്റെ നടത്തിപ്പ് നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നിങ്ങൾ നടത്തും. അഥവാ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പാളിച്ച വന്നാലും ദൈവം തിരുത്തി നിങ്ങളെ കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ മുന്നോട്ട് നടന്നു പോകുമ്പോൾ തെന്നി വീഴാൻ തുടങ്ങിയാൽ യേശു ചാടിപ്പിടിക്കും. മോളെ, നീ വീഴണ്ട, ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്. മോനെ, നീ വീഴണ്ട, ഞാൻ നിന്നെ പിടിച്ചിട്ടുണ്ട്. നീ വീഴാൻ തുടങ്ങുമ്പോൾ യേശു ചാടിപ്പിടിക്കും. ദൈവത്തിന് സ്തോത്രം. അല്ല, നീ ശരിയായ പാതയിൽ കൂടി പോവുകയാണ്, ഇടയ്ക്ക് ഒരു പക്ഷേ വഴി തെറ്റി ഒരു അടുക്കലുള്ള നേരെ അടുത്തുള്ളൊരു പാതയിലേക്ക് മാറിപ്പോയാൽ യേശു തന്നെ പിടിച്ചു കൊണ്ടുവന്ന് നേർപ്പാതയിൽ പിന്നെയും കൊണ്ടുവന്ന് നിർത്തും. ദൈവത്തിന് സ്തോത്രം. ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പ്രിയപ്പെട്ടവരെ, സത്യമായ ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കാണുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നടത്തുന്നു. നമ്മെ നയിക്കാനൊരു ദൈവമുണ്ട്, നമ്മെ നടത്താനൊരു ദൈവമുണ്ട്. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്ഷകൻ, നമുക്ക് വേണ്ടി കുരിശിൽ രക്തം ചിന്തിയ രക്ഷകൻ നമ്മെ നടത്തും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വാസത്തോടെ കർത്താവെങ്കിൽ നിങ്ങൾ ആശ്രയിക്കുക, അവൻ്റെ മാറിൽ നിങ്ങൾ ചാരിക്കൊള്ളുക, അവൻ്റെ പാദത്തിൽ നിങ്ങൾ വീണുകൊള്ളുക. കർത്താവേ, രക്ഷിക്കണമേ, കർത്താവേ, എന്നെ പിടിച്ചുകൊള്ളണമേ, വീഴാതെ കാത്തുകൊള്ളണമേ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. യേശുക്രിസ്തുവിൻ്റെ കാര്യം നിങ്ങൾ നടത്തും, നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവത്തിന് സ്തോത്രം. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഈ ജനത്തിന് ഞാൻ ചില കൽപ്പനകൾ കൊടുക്കാൻ പോവുകയാണ്, അവർക്കുള്ള ചില പ്രമാണങ്ങൾ കൊടുക്കാൻ പോവുകയാണ്. നിന്നെ ഞാനത് പരിവേൽപ്പിക്കാൻ പോവുകയാണ്. നീ അത് വിശ്വസ്തനായി നിന്ന് ജനത്തിന് കൊടുക്കണം. മോശ ഈ കൽപ്പനകൾ, ദൈവം കൊടുക്കാൻ തുടങ്ങുന്ന കൽപ്പനകൾ, അതിനെക്കുറിച്ച് മോശ അത് എങ്ങനെയാണ് കിട്ടാൻ പോകുന്നത് മോശ അറിയാതെ നിന്നു. ദൈവം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ നിനക്ക് ചില കാര്യങ്ങൾ തരാൻ പോകുന്നത് അത് ഗൗരവമേറിയ കൽപ്പനകളാണ്, ന്യായപ്രമാണ കൽപ്പനകളാണ്. ഈ ന്യായപ്രമാണ കൽപ്പനകൾ ഞാൻ നിനക്ക് തരുമ്പോൾ ആ ന്യായപ്രമാണ കൽപ്പനകൾ നീ ഏറ്റുവാങ്ങി അത് ജനത്തിന് കൊണ്ടുപോയി ജനത്തെ നീ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. നീ ഒരു കാര്യം ചെയ്യണം, ജനത്തോട് പറയണം, 3 ദിവസത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ. 3 ദിവസത്തേക്ക്. എന്നിട്ട് നീ ജനത്തിൻ്റെ ഇടയിൽ നീയും അതുപോലെ നീയും ശുദ്ധീകരണം പ്രാപിക്കണം. നീ ശുദ്ധീകരണം പ്രാപിക്കാതെ എൻ്റെ അടുക്കലേക്ക് കയറി വരരുത്. ഈ പർവ്വതത്തിലേക്ക് നീ കയറി വരണം, സീനായിമലയുടെ മുകളിലേക്ക് നീ കയറി വരണം. ഞാൻ സീനായിമല മേൽ ഞാൻ തീയിൽ ഇറങ്ങി വരും. അപ്പോൾ നീ ഒരു കാര്യം ചെയ്യണം, സീനായിമല മേൽ ഞാൻ ഇറങ്ങി വരുമ്പോൾ നീ ശുദ്ധീകരണം പ്രാപിച്ചതിനായി കടന്നു വരണം. 3 ദിവസം ശുദ്ധീകരണത്തിൻ്റെ ദിവസങ്ങളാണ്. ജനത്തോടും പറയണം, അവരും ശുദ്ധീകരണം പ്രാപിച്ചുകൊള്ളണം. അവരും അവരുടെ ശരീരവും അവരുടെ മനസ്സും അവരുടെ ആത്മാവും വിശുദ്ധമാക്കി അവർ നോമ്പും ഉപവാസവുമായി അവർ കാത്തിരിക്കണം. എന്നിട്ട് നീ ജനത്തോട് പറയണം, നീ പർവ്വതത്തിലേക്ക് വരുമ്പോൾ ജനം പർവ്വതത്തെ തൊടരുത്, പർവ്വതത്തിന് അടിവാരത്തിൽ പോലും തൊടരുത്, ഒരു മൃഗം പോലും തൊടരുത്. ഏതെങ്കിലും മൃഗം തൊട്ടാൽ പോലും ആ മൃഗത്തെ കല്ലെറിഞ്ഞു കൊല്ലണം. കാരണം നിത്യനായ ദൈവത്തിൻ്റെ തേജസ് സീനായിമല മേൽ ഇറങ്ങുകയാണ്. മോശയുടെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവം പറഞ്ഞതനുസരിച്ച് മോശ വന്ന് ജനത്തോട് പറഞ്ഞു, ജനത്തോട് നിങ്ങൾ വിശുദ്ധരായിരിപ്പീൻ, ഞാൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളോട് അറിയിക്കാനുള്ള കാര്യങ്ങൾ എന്നെ പരിപാലിക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ കയറി പോവുകയാണ്. മോശ ജനത്തോട് പറഞ്ഞു. മോശ കയറിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവം മോശയ്ക്ക് കൽപ്പലകകളിൽ ന്യായപ്രമാണ കൽപ്പനകൾ എഴുതി കൊടുത്തു. ന്യായപ്രമാണ കൽപ്പനകൾ, ഈ കൽപ്പനകൾ എന്ന് പറയുന്നത്, കൽപ്പനകൾ ആചരിച്ച് ആരും രക്ഷപ്പെടുകയില്ല. ന്യായപ്രമാണ കൽപ്പനകൾ ആചരിച്ച് ആരും രക്ഷപ്പെടുകയില്ല. ന്യായപ്രമാണ കൽപ്പന എന്താണെന്നറിയാമോ? നാം എന്താണ്
നമ്മുടെ സ്വഭാവം എന്താണ് എന്ന് അറിയാനുള്ളതായ ഒരു കണ്ണാടിയാണ് ന്യായപ്രമാണ കൽപ്പനകൾ. ശ്രദ്ധിക്കൂ, ഒരു കണ്ണാടിയിൽ നിന്ന് നമ്മൾ മുഖം കാണുന്നു. മുഖം കാണുമ്പോൾ നമ്മുടെ മുഖത്ത് അല്പം ചെളി നമ്മുടെ കവളത്തുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പുരികത്ത് വേറെ ഭാഗത്ത് വേറെ എന്തോ ചെളിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നെറ്റിയിലോ മറ്റോ വേറൊരു പാടുണ്ട്. ഇത് കഴുകിക്കളയേണ്ടതായ കാര്യങ്ങളുണ്ട്, നാം കാണുന്നു. ന്യായപ്രമാണം എന്ന് പറയുന്നത് കണ്ണാടി പോലെയാണ്. കണ്ണാടിയിൽ നോക്കി ഞാൻ എൻ്റെ മുഖം കാണുന്നു, നിങ്ങൾ നിങ്ങളുടെ മുഖം കാണുന്നു. മുഖം കാണുമ്പോൾ ഇത് ചെളിയുണ്ട് എന്ന് കണ്ടിട്ട് കണ്ണാടിയിലാണ് കാണുന്നത്. കണ്ണാടി കഴുകിയാൽ ഇത് പോവുകയില്ല. കണ്ണാടി കഴുകിയാൽ പോവുകയില്ല. ആ ചെളി കാണാനിടയായ ആ കണ്ണാടി കഴുകിയാൽ ചെളി പോവുകയില്ല. എന്താ കാണണം? ഇത് കഴുകി കിട്ടണം. ഈ മുഖത്തുള്ളത് അല്ലെങ്കിൽ ഞാൻ കണ്ണാടിയിൽ കാണുന്നത് അത് ആ ചെളി അല്ലെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും മാലിന്യം കഴുകിയെടുക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? കണ്ണാടി കഴുകിയാൽ പോരാ, ചെയ്യേണ്ടത് യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്ക് ശുദ്ധീകരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പാപമുണ്ട് എന്നറിയാൻ ന്യായപ്രമാണ കൽപ്പനകൾ ആവശ്യമാണ്. മനുഷ്യ ജീവിതത്തിൽ പാപമുണ്ട് എന്നറിയുവാൻ ന്യായപ്രമാണ കൽപ്പനകൾ ആവശ്യമാണ്. കൽപ്പനകൾ ഉണ്ടെങ്കിലേ പാപം എന്ത് എന്നറിയാൻ പറ്റുകയുള്ളൂ. കൽപ്പനകൾ ലഭിച്ചെങ്കിൽ മാത്രമേ പാപം ഉണ്ട് എന്ന് മനസ്സിലാവുകയുള്ളൂ. ഇന്ന് അനേകർക്ക് പാപം ഉണ്ട് എന്ന് അറിഞ്ഞുകൂടാ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ കൂട്ടായ്മയിൽ നമുക്ക് പാപബോധം ലഭിക്കുന്നു ഇല്ലേ? ഈ കൂട്ടായ്മയിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പാപബോധമാണ്. ആകത്തുക അതാണ്. ഞാൻ ഈ രീതിയിൽ പോയാൽ പോരല്ലോ, അങ്ങനെ ചിന്ത വരുന്നു. എൻ്റെ ജീവിതത്തിൽ തിരുത്താനുണ്ടല്ലോ ഒരു ചിന്ത വരുന്നു. എൻ്റെ ജീവിതത്തിൽ ഇനിയും ശുദ്ധീകരണം ആവശ്യമുണ്ടല്ലോ നമുക്ക് മനസ്സിലാകുന്നു. ഞാൻ തികഞ്ഞു എന്ന് നമുക്കാർക്കും തോന്നുന്നില്ല. തോന്നുന്നുണ്ടോ? ഇല്ല, നമുക്ക് തോന്നുന്നില്ല. ഞാൻ തികഞ്ഞു എന്ന് ഒരിക്കലും നമുക്ക് തോന്നുകയില്ല. ഭാഗ്യവശാൽ അതൊരു വലിയ വെളിവാണ്. എനിക്കിനിയും ഒരുപടി തിരുത്താനുണ്ടല്ലോ എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് കിട്ടുന്നത്. പാപബോധം കിട്ടുന്നു. ഞാൻ ഈ രീതിയിൽ പോയാൽ ദൈവരാജ്യത്തിൽ എത്തുകയില്ല എന്നുള്ള ഒരു ചിന്ത നമുക്ക് ലഭിക്കുന്നു. എൻ്റെ സ്വഭാവം മാറേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പാപം എനിക്ക് പിടികിട്ടി എന്നുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെടുകയില്ല. പാപബോധം കിട്ടിയതുകൊണ്ട് രക്ഷപ്പെടുകയില്ല. പാപബോധം കിട്ടുമ്പോൾ ആ പാപം കഴുകി കിട്ടണം. അതിനെന്താണ് ചെയ്യേണ്ടത്? അതാണ് യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നാം കാണുന്നത്. 1 യോഹന്നാൻ 1-7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. പാപത്തെ അറിഞ്ഞു, ഇന്ന പാപം ഉണ്ട് എന്ന് മനസ്സിലായി. എന്നാൽ ആ പാപം ഉണ്ട് എന്ന് മനസ്സിലായി എന്നുള്ളത് കൊണ്ട്, ന്യായപ്രമാണ കൽപ്പനകൾ കേട്ടു പഠിച്ചു എന്നുള്ളത് കൊണ്ട് നാം അതിന് രക്ഷപ്പെടുകയില്ല. അത് ജയിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. അത് കഴുകിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല. അത് കഴുകിയെടുക്കാൻ സാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം വരണം. അതാണ് യോഹന്നാൻ ലേഖനത്തിൽ നാം വായിക്കുന്നത്. 1 യോഹന്നാൻ 1-7-9 വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. കണ്ണാടിയിൽ ഞാൻ നോക്കി, എൻ്റെ മുഖത്തെ പാടുകൾ ഞാൻ കണ്ടു. എൻ്റെ മുഖത്ത് അവിടെയുള്ള ചെളികൾ കണ്ടു. എൻ്റെ മുഖം കഴുകേണ്ടത് ആവശ്യമാണെന്ന് കണ്ടു. പക്ഷേ കണ്ണാടി കഴുകിയാൽ ഈ മുഖത്ത് ചെളി മാറുകയില്ല. എന്നാൽ ഞാൻ ശ്രമിച്ചാൽ എൻ്റെ ആന്തരാത്മാവിലുള്ള പാവങ്ങൾ കഴുകാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് തിരുവചനം വായിക്കുമ്പോൾ ഇന്നതെല്ലാമാണ് പാവമെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഇന്ന പാവങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ എൻ്റെ സ്വന്തം ശ്രമം കൊണ്ട് ഈ പാവം കഴുകാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എത്ര നാൾ പ്രാർത്ഥിച്ചാലും എത്ര നാൾ തപസ് ചെയ്താലും ഈ പാവം മാറുകയില്ല. ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പാവിയാണ്. എൻ്റെ സ്വഭാവം പാവമാണ്. ഈ പാവം മാറാൻ എന്താണ് പോംവഴി? അതാണ് പറഞ്ഞത്. യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാവവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എനിക്ക് അസാധ്യമായി സാധിപ്പിച്ചു തരാൻ യേശുക്രിസ്തു തൻ്റെ പുണ്യരക്തം ചിന്തിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായ കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരിറ്റു വിശ്വാസം വന്നാൽ മതി. എൻ്റെ കർത്താവേ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും ഞാൻ ഏൽക്കേണ്ട ശിക്ഷയെല്ലാം നീ കുരിശിൽ മരിച്ചു ഞാൻ വിശ്വസിക്കുന്നു. എന്നെക്കൊണ്ട് ഒരു വിശുദ്ധനാകാൻ സാധ്യമല്ല. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു വിശുദ്ധനാകാൻ എനിക്ക് സാധിക്കുകയില്ല. ഞാൻ എത്ര ശ്രമിച്ചാലും എനിക്ക് നല്ലവനാകാൻ സാധ്യമല്ല. കർത്താവേ, എൻ്റെ പാവം മാറ്റാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. വേണ്ടെന്ന് വിചാരിച്ചു, കുറച്ച് ദിവസമൊക്കെ പിടിച്ചു നിന്നു, പിന്നെയും വീണു പോകുന്നു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ കുറേയെല്ലാം ഞാൻ ശ്രമിക്കുന്നുണ്ട്. പുറമേയെല്ലാം എനിക്കൊരു പാവം വരാൻ ഞാൻ നോക്കുന്നുണ്ട്. പുറമേ പ്രവൃത്തിയിൽ പാവം വരുന്നില്ല, പുറമേ വാക്കിൽ പാവം വരുന്നില്ല. എൻ്റെ കർത്താവേ, മനസ്സറിഞ്ഞ്
പറഞ്ഞൊരു തെറ്റ് വരുന്നില്ല. പക്ഷേ എൻ്റെ കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ അശുദ്ധ വികാരങ്ങൾ, എൻ്റെ ഹൃദയത്തിലെ ദുർമോഹങ്ങൾ, എൻ്റെ ഹൃദയത്തിലെ ഈർഷ്യകൾ, എൻ്റെ ഹൃദയത്തിൽ കൂടി കടന്നു പോകുന്ന നീരസങ്ങൾ, എൻ്റെ ഹൃദയത്തിൽ വരുന്നതായ കയ്പ്, വിരോധം, ഇഷ്ടക്കുറവ്, എൻ്റെ കർത്താവേ അത് മാറുന്നില്ലല്ലോ. കർത്താവേ, ഞാൻ ശ്രമിച്ചിട്ട് മാറുന്നില്ല, ഞാൻ എങ്ങനെ തുടച്ചു മാറ്റും? ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് യേശുക്രിസ്തുവിൻ്റെ രക്തം വരുന്നത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഞാൻ നിസ്സഹായനായി കഴിയുമ്പോൾ, ഞാൻ പാപം എന്താണെന്ന് അറിഞ്ഞു, ഞാൻ പാപിയാണെന്ന് അറിഞ്ഞു, ഇനി ഞാൻ കരയുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്തം വന്ന് എന്നെ കഴുകുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാനെന്ന് പറയുന്ന ഈ പാപിയായ മനുഷ്യനെ കഴുകാൻ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം ഒഴുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് വിശ്വാസത്താൽ അനുഭവിക്കുന്നു. അപ്പോഴുണ്ട് ഈ പാപത്തിൻ്റെ മുഴുവനും പാണ്ടക്കെട്ടുകളെല്ലാം യേശു പേറിയിട്ട്, പാപത്തിൻ്റെ അകൃത്യമെല്ലാം യേശു വഹിച്ചിട്ട്, യേശുക്രിസ്തുവിൻ്റെ രക്തം വന്ന് നമ്മെ അങ്ങ് ആവരണം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം വന്ന് നമ്മെ പൊതിയുന്നു. ആ തിരുരക്തം വന്ന് നമ്മെ മൂടുന്നു. നമ്മുടെ പാപങ്ങൾ ഇനി ആരും കാണുന്നില്ല. സാത്താൻ കാണുന്നില്ല, പൈശാചിക സൈന്യം കാണുന്നില്ല, ദുരാത്മാക്കൾ കാണുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് കാണുന്നത്. യേശുക്രിസ്തു രക്തം, അതോ പരിശുദ്ധ രക്തം, പുണ്യരക്തം, പാപമില്ലാത്ത രക്തം, പാപത്തിൻ്റെ കറയേശാത്ത രക്തം. ദൈവത്തിന് സ്തോത്രം. ആ രക്തമാണ് പിശാച് കാണുന്നത്. ആ രക്തം കാണുന്നതുകൊണ്ട് പിശാച് ഓടി അകലുന്നു. അങ്ങനെ വിശ്വാസി രക്ഷയിൽ മുന്നോട്ട് വളർന്നു പോകുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? എന്ത് രസമാണിതല്ലേ, എന്ത് സുഖമാണ്. ആത്മീയ ജീവിതം എന്ത് മനോഹരമാണ്. യേശുക്രിസ്തുവിൻ്റെ തിരുരക്തത്താലുള്ള കഴുകൽ. ദൈവത്തിന് സ്തോത്രം. ജനം അമ്പരപ്പിലായി. മോശ 40 രാവും 40 പകലും കഴിഞ്ഞ് മോശ അതോടെ ഇറങ്ങി വന്നു. ദൈവത്തിന് സ്തോത്രം. മോശയുടെ മുഖത്തേക്ക് നോക്കാൻ വയ്യ. മോശയുടെ മുഖം അങ്ങ് പ്രകാശിക്കുന്നു, ദേഹമാസകലം ജ്വലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജനം പേടിക്കുന്നു. അയ്യോ, ഈ ദൈവം ഭയങ്കരനാണ്, ഈ തീയായി എഴുന്നള്ളി വരുന്ന ദൈവം ഭയങ്കരനാണ്, ദൈവത്തിൻ്റെ ശബ്ദം ഭയങ്കരമാണ്. അയ്യോ, ഇടിമുഴങ്ങുന്ന ശബ്ദം, ഒരു മൃഗമെങ്കിലും പ്രഥമം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ള കൽപ്പന. അയ്യോ, ഞങ്ങൾക്ക് വഹിച്ചുകൂടാ. ഇത്രയും ഭയങ്കരനായ ദൈവത്തെ എങ്ങനെ സേവിക്കും? ഈ ദൈവത്തിൻ്റെ കൂടെ എങ്ങനെ നടക്കും? ജനം അമ്പരപ്പിലായി. നമ്മിൽ പലരും അങ്ങനെയാണ്. അയ്യോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആരെ കൊണ്ട് സാധിക്കും? എന്തൊരു ഇങ്ങനെ വിശുദ്ധ ജീവിതം സാധിക്കുമോ? ആരെ കൊണ്ട് സാധിക്കും? നമ്മിൽ പലരും അമ്പരപ്പിലാണ്. ജനം അങ്ങനെ അന്ന് പറഞ്ഞത്. ഇസ്രായേൽ ജനം അത് തന്നെ പറഞ്ഞത്. അയ്യോ, ഈ ദൈവം എത്ര ഭയങ്കരൻ, വയ്യ. അവർ വിറച്ചുകൊണ്ട് നിന്നു, അവരെ ഭയപ്പെട്ടുകൊണ്ട് നിന്നു. ദൈവത്തിന് സ്തോത്രം. അവർ നോക്കുമ്പോഴുണ്ട് യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുന്നു. 19-18 വാക്യം. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അവർ നോക്കി, പർവ്വതം മുഴുവൻ പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. പർവ്വതം മുഴുവൻ കുലുങ്ങുന്നു. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ച് വന്നപ്പോൾ, കാഹളധ്വനി ഇങ്ങനെ മുഴങ്ങി വരുന്നു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. ഇടിമുഴക്കത്തിൽ ദൈവം അരുളി ചെയ്തു. ഇടിമുഴക്കം കേൾക്കുന്നു, പർവ്വതം തീ കാളി കത്തുന്നു. ഭയങ്കരമായ സംഭവങ്ങൾ. ദൈവത്തിന് സ്തോത്രം. ജനം അമ്പരപ്പിലായി. അയ്യോ, ഈ ദൈവം ഭയങ്കരൻ, എങ്ങനെ ദൈവത്തോട് അടുക്കും? അവരമ്പരപ്പിലായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകം വിശ്വാസികളും വിശ്വാസ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പരിഭ്രാന്തിയിലാണ്. സാധിക്കുന്നില്ല. ഞാൻ അങ്ങ് എത്തുമോ? ഞാൻ സ്വർഗ്ഗത്തിലെത്തുമോ? അയ്യോ, എനിക്ക് അവിടെ ചെല്ലാൻ സാധിക്കുമോ? ഈ ദൈവത്തോട് ഞാൻ അടുക്കാൻ പറ്റുമോ? ഈ ദൈവത്തിന് എനിക്ക് ചെല്ലാൻ പറ്റുമോ? പലരും ഭയപ്പാടിലാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എൻ്റെ സഹോദരങ്ങളെ, ദൈവം പറഞ്ഞു ഭയപ്പെടേണ്ട. ദൈവം പറയുകയാണ് ഭയപ്പെടേണ്ട, ഇതൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കേണ്ട. 20-ാം അധ്യായം 20-ാം വാക്യം വായിക്കാം. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനുമത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ദൈവഭയം ഉണ്ടാകണം. അതുമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു ദൈവം ജീവിക്കുന്നതെന്ന്, ഒരു ദൈവഭയം. വിത്ത് ഓവ് ആൻഡ് റെവറൻസ് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. ഭയത്തോടും വിറയലോടും നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം. മതി. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ബോധ്യം നിങ്ങൾ കിട്ടുമ്പോൾ ദൈവസ്നേഹം വന്ന് നിങ്ങളെ പൊതിയും. പ്രിയപ്പെട്ടവരെ, ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ദൈവസ്നേഹം വന്ന് നിങ്ങളെ പൊതിയും. അപ്പോൾ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങളുടെ പാപങ്ങളെല്ലാം മാഞ്ഞു പോകും. നിങ്ങളെ ആർക്കും തൊടാൻ സാധിക്കാതെ വരും. ഒരു ശക്തിക്ക് തൊടാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ വചനം, ദൈവം നിങ്ങളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും ഒരു വിനയം കിട്ടിക്കൊണ്ടിരിക്കും, എപ്പോഴും എളിമ കിട്ടിക്കൊണ്ടിരിക്കും. യേശുവിൻ്റെ സ്വഭാവം നിങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങൾ ഹൃദയം ശുദ്ധമായിക്കൊണ്ടിരിക്കും. ഈ ഹൃദയം ശുദ്ധമായി തനി തങ്കമായി തീരും. അത് കട്ടിക്കൂരിട്ട് പിടിച്ചതായ ഹൃദയം സത്യ വെളിച്ചമായി ശോഭിക്കാൻ തുടങ്ങും. ദൈവത്തിന് സ്തോത്രം. മാത്രവുമല്ല പ്രിയപ്പെട്ടവരെ, കരിക്കട്ടയായ ഈ ഹൃദയം
തീക്കനലായി പയ്യെ ചൂട് പിടിച്ച് അത് തീയായി തീക്കനലായി മാറുമ്പോഴുണ്ട് അതിലെ ചൂട് പ്രസരിക്കും. അടുത്ത് ചെല്ലുന്നവർക്കെല്ലാം ചൂട് കിട്ടും. ദൈവത്തിന് സ്തോത്രം. അടുത്ത് വരുന്നവർക്കെല്ലാം ചൂട് കിട്ടും. മാത്രമല്ല അടുത്ത് വരുന്ന ഉറുമ്പുകളെല്ലാം കത്തിച്ചു മാറ്റും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ചൂട് നിങ്ങളിലേക്ക് പകരും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, യേശുവിൻ്റെ ചൂട് നിങ്ങളിലേക്ക് പകരാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൻ്റെ തീജ്വാലയുടെ ചൂട് കിട്ടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? യേശു ജീവിക്കുന്നു. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ കരുതുന്നു. യേശു ഭീകരനല്ല. യേശു ഭയങ്കരനല്ല. ദൈവം ക്രൂരനല്ല. ദൈവം കഠിനനല്ല. ദൈവം സ്നേഹമാണ്. ഗോകുൽത്തായിലെ മരക്കുരിശിൽ വരിക്കത്തക്കവണ്ണം തന്നെ താഴ്ത്തുന്ന ആ സ്വർഗീയ സ്നേഹം ഇപ്പോൾ നിങ്ങളെ തലോടുവാൻ കരനീട്ടുന്നു. നിങ്ങൾ പറയൂ, കർത്താവേ എന്നെ തൊടണമേ, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവേ ആ ചൂടിനിലേക്ക് പകരണമേ. സ്വർഗരാജ്യത്തിലെ രാജാധിരാജൻ്റെ ചൂട്, സ്വർഗീയ നക്ഷത്രത്തിൻ്റെ ചൂട്, സ്വർഗീയ രാജാധിരാജാവിൻ്റെ ചൂട്, സ്വർഗീയ യെരൂശലേമിൽ വാഴുന്ന നിത്യ തേജോമയനായ യേശുക്രിസ്തുവിൻ്റെ ചൂട് ഇപ്പോൾ എന്നിലേക്ക് പകരണമേ. പരിശുദ്ധാത്മാവിൻ്റെ തീയുടെ ചൂട് എന്നിലേക്ക് ഒഴുകണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ സമയത്തിനായി സ്തോത്രം. നിൻ്റെ മക്കളെ തൊട്ടതിനായി സ്തോത്രം. സ്വർഗീയ ചൂട് പകരുന്നതിനായി സ്തോത്രം. സ്വർഗീയാഗ്നി പകരുന്നതിനായി സ്തോത്രം. സ്വർഗീയാഗ്നിയിൽ ഞങ്ങളെ കുളിർപ്പിക്കുന്നതിനായി സ്തോത്രം. മഹത്വം ദൈവത്തിനെടുക്കണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ. ജീവിത പ്രതിസന്ധികളുടെ നീർച്ചുഴിയിൽപ്പെട്ട് നട്ടം തിരിയുന്നവനാണോ നീ? പാപഭാരത്താൽ നിന്റെ മനസ്സ് തളർന്നിരിക്കുകയാണോ? വരൂ, യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തിലേക്ക്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാത്രം പ്രസംഗിക്കുന്ന ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൻ്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം ഡിസംബർ 27 മുതൽ 31 വരെ കോലഞ്ചേരി ഞാറ്റുംകാലായിൽ ഹിൽ ടോപ്പിൽ വച്ച് നടത്തപ്പെടുമ്പോൾ പ്രത്യാശ നൽകുന്ന ക്രിസ്തുവിൻ്റെ അദൃശ്യകരങ്ങൾ നിന്നെ സ്പർശിക്കട്ടെ. വീണുപോയാൽ നിങ്ങൾ എഴുന്നേൽപ്പിക്കുന്ന കരം. വീണുപോയോ? പേടിക്കണ്ട, അടുത്ത് താങ്ങാൻ യേശുവുണ്ട്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിലെ കർത്തൃ ശുശ്രൂഷകർ വിവിധ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുന്ന യശശരീരനായ പ്രൊഫസർ MY യോഹന്നാൻ സാർ ചെയ്ത അനശ്വരമായ വചന ശുശ്രൂഷകളും നിങ്ങൾക്ക് ശ്രവിക്കാം. സഭയുടെയും സമുദായത്തിൻ്റെയും അതിർവരമ്പുകൾക്കതീതമായി നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ വചനത്തിലേക്ക്, ഈ വചനവേദിയിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.